ശിവദം യൂട്യൂബ് ചാനലിൻ്റെ പുതിയൊരു അധ്യായത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇതൊരു ടൈംലെസ് റീഡിംഗ് ആണ്. അതുകൊണ്ട് തന്നെ നിങ്ങളുടെ മുന്നിലേക്ക് ഈ വീഡിയോ എപ്പോൾ എത്തുന്നുവോ അപ്പോൾ മുതൽ നിങ്ങൾക്കിത് റെസനേറ്റ് ആകുന്നതായിരിക്കും. അതുപോലെ ഇതൊരു ജനറൽ റീഡിംഗ് ആണ്. അതുകൊണ്ട് തന്നെ നിങ്ങളുടെ ജീവിതവുമായി ബന്ധപ്പെട്ടത് മാത്രം സ്വീകരിക്കുക, അല്ലാത്തത് വിട്ടുകളയുക. ഇന്ന് ഇവിടെ കിട്ടിയിരിക്കുന്ന എനർജിയിൽ കാണുന്നത്, നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾക്ക് ഒരു തോൽവി സംഭവിക്കണം, അല്ലെങ്കിൽ നിങ്ങൾക്ക് കുറേ നഷ്ടങ്ങൾ ഉണ്ടാവണം, നിങ്ങൾ അനുഭവിക്കണം, നിങ്ങളുടെ കണ്ണീര് കാണണം എന്ന് ആഗ്രഹിക്കുന്ന ഒന്നിലധികം ആളുകളുടെ എനർജിയാണ് ഇവിടെ കാണുന്നത്. വേറെ ദൂരത്തൊന്നും പോകേണ്ട കാര്യമില്ല, ചുറ്റുമുള്ളവർ തന്നെയാണ്. നിങ്ങൾക്ക് അറിയാവുന്ന, നിങ്ങളുമായി വളരെ അടുപ്പമുള്ള ഒരാളാണ് ഈ പറഞ്ഞ വ്യക്തി അല്ലെങ്കിൽ വ്യക്തികൾ. നിങ്ങളവരെ ഒരിക്കലും സംശയിക്കാൻ ഒരു സാധ്യതയില്ല. കാരണം ആ വ്യക്തിയെ നിങ്ങൾക്ക് അത്ര വിശ്വാസമാണ്. മറ്റൊരു എനർജിയിൽ കാണുന്നത്, നിങ്ങൾ നിഷ്കളങ്കനായ അല്ലെങ്കിൽ നിഷ്കളങ്കയായ ഒരു വ്യക്തിയാണ്. അതായത് കളങ്കമില്ലാത്ത മനസ്സിൻ്റെ ഉടമയാണ് നിങ്ങൾ. അതായത് ആരെന്ത് പറഞ്ഞാലും അത് കണ്ണടച്ച് വിശ്വസിക്കും. ആരെല്ലാം നിങ്ങളെക്കുറിച്ച് നല്ലത് പറഞ്ഞാലും നിങ്ങൾക്ക് സപ്പോർട്ട് ചെയ്ത് പറഞ്ഞാലും അവരെല്ലാം നല്ല ആളുകളാണ്, നിങ്ങളോട് അവർക്ക് അത്രയും സ്നേഹമുണ്ട് എന്നൊക്കെയാണ് നിങ്ങളുടെ മനസ്സിൽ. ഈ നിഷ്കളങ്കര് അങ്ങനെയാണ്. അപ്പോൾ അവരുടെ ഒരു വിചാരം എന്താണെന്ന് വെച്ചാൽ എല്ലാവരും അവരെ പോലെ നിഷ്കളങ്കരാണ് എന്നാണ്. മറ്റുള്ളവർ നിങ്ങളുടെ നന്മ ആഗ്രഹിക്കുന്നു, എന്തു നല്ല ആളുകളാണ് അവർ എന്നൊക്കെ ഇവർ ചിന്തിക്കും. അതുപോലെ മറ്റുള്ളവരുടെ സങ്കടങ്ങൾ കേൾക്കുമ്പോൾ നിങ്ങൾക്കും സങ്കടം വരും, അറിയാതെ കണ്ണു നിറയും. മറ്റുള്ളവരെ സഹായിക്കാനും ആശ്വസിപ്പിക്കാനും മനസ്സുള്ള ഒരു വ്യക്തി തന്നെയാണ് നിങ്ങൾ. അവരെക്കാൾ കൂടുതൽ സങ്കടങ്ങളും വിഷമങ്ങളും നിങ്ങൾക്കുണ്ടെങ്കിലും അവരെ ഒക്കെ സഹായിക്കാനുള്ള ഒരു മനസ്സ് നിങ്ങൾക്കുണ്ട്. പക്ഷേ അതൊന്നും നിങ്ങൾ മറ്റുള്ളവരെ അറിയിക്കാൻ നിങ്ങൾക്ക് താല്പര്യമില്ല. മറ്റുള്ളവർ വേദനിക്കണം, അവർ അനുഭവിക്കണം എന്നൊന്നും നിങ്ങൾ ആഗ്രഹിക്കാറില്ല. നിങ്ങളുടെ ഈ സ്വഭാവം തന്നെയാണ് ആ വ്യക്തിക്ക് നിങ്ങളോട് അസൂയ തോന്നാനുള്ള പ്രധാന കാരണം. ഈ വ്യക്തിക്ക് നിങ്ങളുമായിട്ട് നല്ല അടുപ്പാണ്. മാത്രമല്ല നിങ്ങളോട് വളരെ അടുത്ത് നിൽക്കുന്ന ഒരാളാണ്. പക്ഷേ ആ വ്യക്തിയുടെ ശരിക്കുള്ള സ്വഭാവം ഇനിയും നിങ്ങൾക്ക് നിങ്ങൾ തിരിച്ചറിഞ്ഞിട്ടില്ല എന്നുള്ളതാണ്. അതായത് ആ ഒരു വ്യക്തി നിങ്ങളോട് അടുത്ത് ഇടപഴകുമ്പോഴും സംസാരിക്കുമ്പോഴും നിങ്ങളോടുള്ള അവരുടെ ആ ഒരു മനോഭാവം അത്രയ്ക്ക് മോശമാണ്. അവർ നിങ്ങളോട് കളിച്ച് ചിരിച്ച് സംസാരിക്കും, പക്ഷെ ഉള്ളിൻ്റെ ഉള്ളിലുണ്ടല്ല നിങ്ങളോട് ഭയങ്കര അസൂയായിരിക്കും. പക്ഷെ നിങ്ങളതൊന്നും തിരിച്ചറിയണില്ല. നിങ്ങളിപ്പോഴും ആ വ്യക്തിയെ വിശ്വസിക്കുന്നുണ്ട്, സ്നേഹിക്കുന്നുണ്ട്. ഇവരുടെ മനസ്സിലിപ്പ് നിങ്ങൾക്കറിയില്ലല്ലോ. എന്നാൽ ഈ ഒരു വ്യക്തിക്ക് നിങ്ങളെക്കുറിച്ചുള്ള എല്ലാ കാര്യങ്ങളും അറിയാനായിട്ട് നല്ല താല്പര്യമായിരിക്കും. നിങ്ങളുടെ ജീവിതത്തിലെ ഓരോ കാര്യങ്ങളും അവർ ചോദിച്ചറിയും. അതാണ് അവരുടെ ഒരു സ്വഭാവം. മറ്റൊരു എനർജിയിൽ കാണുന്നത്, നിങ്ങളുടെ ജീവിതത്തിൽ എന്ത് പ്രശ്നങ്ങളുണ്ടായാലും സങ്കടങ്ങളുണ്ടായാലും അതിലൊന്നും തളർന്നു പോവാതെ അതിൽ നിന്നും പുറത്തു വരാനായിട്ട് നിങ്ങൾ ശ്രമിക്കും. ഏറെക്കുറെ നിങ്ങൾക്കതിന് കഴിയാറുണ്ട്. നിങ്ങൾക്ക് ജീവിതത്തിൽ അതുപോലെ തന്നെ നല്ല കാര്യങ്ങളും വന്നു ചേരാറുണ്ട്. നിങ്ങളുടെ ആ നല്ല മനസ്സുകൊണ്ടാണത്. നിങ്ങളെ ആത്മാർത്ഥമായി സ്നേഹിക്കുന്ന കുറേ ആളുകൾ നിങ്ങൾക്ക് ചുറ്റുമുള്ളതായിട്ട് എനർജിയിൽ കാണുന്നുണ്ട്. ഇതൊക്കെ കാണുമ്പോൾ ഈ വ്യക്തിക്ക് നല്ല അസൂയ ഉണ്ടാവുന്നുണ്ട്. നിങ്ങളിങ്ങനെ ധൈര്യത്തോടെ മുന്നോട്ട് പോകുന്നത് അവർക്ക് സഹിക്കാൻ പറ്റണില്ല. അതുകൊണ്ട് തന്നെ എങ്ങനെയായാലും വേണ്ടിയില്ല, നിങ്ങൾ വിഷമിക്കണം, നിങ്ങൾ തകരുന്നത് അവർക്ക് കാണണം. ഈ വ്യക്തിയുടെ സ്വഭാവം എന്താണെന്ന് വെച്ചാൽ, പുറമേ എല്ലാവരോടും നല്ല സ്നേഹമായിരിക്കും, നല്ല ബഹുമാനത്തോടൊക്കെ അവർ പെരുമാറും. എല്ലാവരുമായിട്ട് ഇങ്ങനെ നല്ല സഹകരണമൊക്കെ ഉണ്ടായിരിക്കും. പക്ഷേ അവരുടെ ഉള്ളിൽ മറ്റുള്ളവർക്ക് നല്ലതൊന്നും വരുന്നത് ഇവർക്കിഷ്ടമല്ല. പുറമേ എല്ലാവരോടും ഇവർ നല്ല രീതിയിൽ പെരുമാറുന്നത് കൊണ്ട് തന്നെ ആർക്കും പെട്ടെന്ന് ആരെയും അങ്ങനെ തെറ്റിദ്ധരിക്കില്ല. അവരെ ഇങ്ങനെ അസൂയുള്ള വ്യക്തിയാണ് എന്നൊക്കെ പറഞ്ഞിട്ട് തെറ്റിദ്ധരിക്കില്ല. അവരുടെ ആ ഒരു നല്ല പെരുമാറ്റം കൊണ്ട് തന്നെയാണ് നിങ്ങളും ആ വ്യക്തിയെ ഇപ്പോഴും സ്നേഹിക്കുന്നതും വിശ്വസിക്കുന്നതും. മാത്രമല്ല നിങ്ങളെക്കുറിച്ചുള്ള എല്ലാ കാര്യങ്ങളും
നിങ്ങൾ അവരോട് തുറന്നു പറയും. പ്രപഞ്ചം പെട്ടെന്ന് തന്നെ ചില സത്യങ്ങൾ നിങ്ങൾക്ക് മുന്നിൽ തുറന്ന് കാട്ടും. അതായത് അവർക്ക് നിങ്ങളോട് എത്ര അസൂയുണ്ട് അതൊക്കെ നിങ്ങൾക്ക് മുന്നിൽ തുറന്ന് കാട്ടും. അപ്പോൾ നിങ്ങൾക്കത് മനസ്സിലാകും. ആരാണ് നിങ്ങളുടെ കണ്ണുനീര് കാണാൻ കാത്തു നിൽക്കുന്നത്? ആ ഒരു വ്യക്തിയുടെ യഥാർത്ഥ മുഖം നിങ്ങൾക്ക് മുന്നിൽ അഴിഞ്ഞു വീഴുന്ന പല അവസരങ്ങളും പ്രപഞ്ചം നിങ്ങൾക്ക് മുന്നിൽ എത്തിച്ചു തരും എന്നുള്ളതാണ്. എനർജിയിൽ കാണുന്നത് നിങ്ങൾക്കിപ്പോഴും ഭഗവാന്റെ ആ ഒരു സംരക്ഷണം ഉള്ളത് കൊണ്ട് തന്നെ ആ വ്യക്തി ആഗ്രഹിക്കുന്നത് പോലെ നിങ്ങൾക്കൊന്നും സംഭവിക്കില്ല. നിങ്ങളുടെ നല്ല മനസ്സുകൊണ്ട് നിങ്ങളുടെ ജീവിതം കൂടുതൽ ഉയരങ്ങളിലേക്ക് എത്തിച്ചേരും. മാത്രമല്ല, നിങ്ങളുടെ ജീവിതത്തിൽ മാറ്റത്തിൻ്റെ ഒരു ഘട്ടം തുടങ്ങാൻ പോകുന്നതായിട്ടും ഇവിടെ കാണുന്നുണ്ട്. അവിടെ നിങ്ങൾ അറിഞ്ഞോ അറിയാതെയോ നിങ്ങൾക്ക് ചുറ്റും നിലനിൽക്കുന്ന എല്ലാ നെഗറ്റീവ് എനർജികളും ഇല്ലാതാവുന്നതായിരിക്കും. നിങ്ങളുടെ നാശം ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിക്ക് പ്രപഞ്ചം തന്നെ കർമ്മ നൽകും. നിങ്ങളുടെ ജീവിതത്തിൽ സമാധാനവും സന്തോഷവും നിറയുന്നതായിട്ടും ഇവിടെ കാണുന്നുണ്ട്. കുറേയേറെ ബുദ്ധിമുട്ടുകളും കഷ്ടപ്പാടുകളും ഒക്കെ നിങ്ങൾ സഹിച്ചിട്ടുണ്ട്, കുത്തുവാക്കുകൾ കേട്ടിട്ടുണ്ട്. അതെല്ലാം കഴിഞ്ഞ് ഇപ്പോൾ ഇനി വരാനിരിക്കുന്നത് ഉയർച്ചയുടെ നാളുകൾ തന്നെയാണ്. നിങ്ങളുടെ കണ്ണുനീർ ആഗ്രഹിക്കുന്നവരെ തിരിച്ചറിഞ്ഞ് അവരെ ഒഴിവാക്കാനുള്ള സാഹചര്യം നിങ്ങളിലേക്ക് വന്നു ചേരും എന്നുള്ളതാണ് പ്രപഞ്ചം നിങ്ങളോട് പറയുന്നത്. നല്ലത് ചെയ്തവർക്ക് നല്ലതേ സംഭവിക്കൂ. അത് പ്രപഞ്ച നിയമമാണ്. സന്തോഷവും സമാധാനവും ഐശ്വര്യപൂർണ്ണമായൊരു ജീവിതം പ്രപഞ്ചശക്തി നിങ്ങൾക്ക് മുന്നിൽ തുറന്നു തരട്ടെ എന്ന് ആത്മാർത്ഥമായി തന്നെ പ്രാർത്ഥിക്കുന്നു.